നമ്മുടെ ഹൈബ്രിഡ് ബൊഗൈൻവില്ലയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. അപ്പോൾ അതിൻ്റെ കമ്പൊക്കെ നമുക്ക് ചെറിയ കമ്പുകളൊക്കെ നമുക്ക് വേഗത്തിൽ പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമുള്ള കാര്യമാണ്. ഞാനൊരു പുതിയ രീതിയിൽ ഞാനൊന്ന് പിടിപ്പിച്ച് നോക്കിയേ. അപ്പോൾ അത് വേഗത്തിൽ പിടിച്ചു കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൈബ്രിഡ് ബൊഗൈൻവില്ലയുടെ ചെറിയ കമ്പ് നമുക്ക് വേഗത്തിൽ പിടിപ്പിക്കുന്ന ഒരു പുതിയ രീതി ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അത് സക്സസ് ആയപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾക്കും കൂടെ അതൊന്ന് കാണിച്ചു തരാമെന്നേ. അപ്പോൾ ഞാൻ കൂടെ ബൊഗൈൻവില്ലയുടെ വീഡിയോ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പോൾ നമ്മൾ ഓരോ പരീക്ഷണങ്ങളും ഞാൻ എപ്പോഴും ചെടിയുടെ കൂടെയാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് ചെയ്ത് നോക്കുമേ. അപ്പോൾ അത് വിജയിക്കുമ്പം എനിക്ക് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരണമെന്ന് തോന്നി. അതുകൊണ്ടാണേ. നമ്മുടെ ഈ ബൊഗൈൻവില്ലയൊക്കെയാണ് എത്ര ഭംഗിയായിട്ട് അതിന് പൂക്കൾ വരുന്നതെന്ന് നോക്കിയേ. ഒരു പൂക്കൾ കഴിഞ്ഞാൽ ഉടനെ അടുത്ത പൂക്കൾ വരും. അങ്ങനെ അതൊരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. നോക്കിയേ, നമ്മളൊന്നും ചെയ്യുന്നില്ല, അപ്പോഴത്തേക്ക് തന്നെ അടുത്ത പൂക്കൾ വന്നുകൊണ്ടേയിരിക്കുക. നമുക്കറിയാം വർഷം മുഴുവനും നമുക്ക് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ചെടിയാണ് ഈ ഹൈബ്രിഡ് ഇനങ്ങളെ. ഈ റൂബി റെഡ് കണ്ടോ, എന്തോരം ഭംഗിയാന്ന് നോക്കി കാണാൻ. അതിൻ്റെ ആ കളറ് ഭയങ്കര കളർഫുള്ളാണേ. വേഗത്തിൽ എങ്ങനെ ഹൈബ്രിഡിൻ്റെ ചെടികളെ, ഈ ബൊഗൈൻവില്ലയുടെ കമ്പുകളെ എങ്ങനെ പിടിപ്പിച്ചെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാൽ ഇത് ഞാൻ പുതിയൊരു പരീക്ഷണം നടത്തിയതാണേ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ നിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എത്ര മഴയൊക്കെ വന്നാൽ പോലും നമ്മുടെ പോട്ടി മിക്സൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ആ ചെടികളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴുമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റൂല. അപ്പം കുറച്ച് പകലത്തെ വെയിലും കിട്ടണം, എന്നാൽ മഴ കൊണ്ടാലും പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ അവിടെ തന്നെ വെച്ചേക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കണേ. ഉണ്ടെങ്കിൽ നമ്മൾ ആ ഹോൾസൊക്കെ ഒന്ന് കുത്തി കൊടുക്കണം, അടഞ്ഞിരിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ആ പോട്ടി മിക്സായിട്ട് ഫുള്ളായിട്ടൊന്ന് മാറ്റി കൊടുത്ത് പുതിയ പോട്ടി മിക്സൊക്കെ കൊടുക്കണം. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഏതൊരു ചെടിയെയും, ഇപ്പോൾ റോസിനെ ആയിക്കോട്ടെ, ഏതൊരു ചെടിയിലും നമുക്കത് ചെയ്ത് നോക്കാവുന്നതാണേ. ഇത് കണ്ടോ, എൻ്റെ ക്ലൈമ്പിംഗ് റോസ് കണ്ടോ, ഫുള്ള് നിറച്ച് പൂക്കളാണേ. പൂക്കൾ മാത്രം, മുട്ടുകളും ഇതേ കണ്ടോ, എത്ര മുട്ടുകളുണ്ടെന്നോ നമുക്ക് നിങ്ങൾ തന്നെ എണ്ണി നോക്കിയാൽ മതി. കണ്ടോ, അത്ര മാത്രം മുട്ടുകളാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് കമ്പ് നമ്മൾ എടുക്കുമ്പോൾ ചെറിയ കമ്പ്, ഇത് കണ്ടോ, ഈ വണ്ണമുള്ള കമ്പായാലും മതിയേ. ഇതുപോലെ ചെറിയ കമ്പ്. നമുക്കറിയാം ഹൈബ്രിഡിൻ്റെ കമ്പുകളെല്ലാം ഇതുപോലെ ചെറിയ കമ്പുകളാണ്, വണ്ണം കുറഞ്ഞ കമ്പുകളാണ്, ഒത്തിരി വലിയ വണ്ണം ഒന്നുമില്ല. അപ്പം അതുപോലെ നമുക്ക് ഈ കളർ മതി. ഈ കളർ മാറിയൊരു പിന്നെ നാമ്പാകരുതെന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെയുള്ള നാമ്പ് ആകരുതെന്നുള്ളതേ ഉള്ളൂ. അതേണ്ട ഇതുപോലെ കളർ മാറിയ ചെറിയ വണ്ണം കുറഞ്ഞ കമ്പുകൾ മതി, നമുക്ക് വേഗത്തിൽ പിടിച്ചു കിട്ടുന്നതാണേ. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ആണെങ്കിലും എല്ലാം കമ്പുകളുടെ വണ്ണം കണ്ടോ. നമ്മളിവിടെ വേര് പിടിപ്പിച്ചത് ഇത്രയും ചെറിയ കമ്പാണ്, നോക്കിയേ കണ്ടോ. ഇത്രയും കുഞ്ഞു കമ്പ് പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടിയെന്നുള്ളതാണേ. പെട്ടെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 അല്ലെങ്കിൽ ഒരാഴ്ചക്കകം നമുക്കിത് നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടി. സാധാരണയായിട്ട് ഞാൻ പറയാറുണ്ട്, നമ്മുടെ വേര് വന്നെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് വെയിലത്തോട്ടൊന്നും കൊണ്ട് വെക്കരുതെന്ന്. അപ്പം ഇത് ഞാൻ പറഞ്ഞു തരുന്നത് വേറെ രീതിയിലാണേ. ഈ കമ്പ് ഇപ്പം നമുക്ക് പിടിച്ച് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 3 ആഴ്ചയായിട്ടുള്ളൂ. എന്നാൽ ചെറിയ വെയിലത്തൊക്കെയാണ് ഇതിരിക്കുന്നത്, ഒരു പ്രശ്നവും ഇല്ലേ. അപ്പോൾ ഇത് നല്ല രീതിയിൽ വേര് വന്നതുകൊണ്ടാണ്, ആദ്യമേ ഇതിൻ്റെ വേര് നല്ല രീതിയിൽ വന്നേ. ഞാൻ ഈ ചെറിയ കമ്പുകൾ എടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വണ്ണമുള്ള കമ്പുകൾ എടുക്കാതിരിക്കേണ്ട. പെൻസിൽ വണ്ണമുള്ള കമ്പുകളാണെങ്കിലും നമുക്ക് പിടിപ്പിക്കാം. അതിലും കുറച്ചും കൂടെ വണ്ണമുള്ള കമ്പുകളാണെങ്കിലും നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. സാധാരണയായിട്ട് നമുക്ക് ഏറ്റവും ചെറിയ കമ്പുകളാണ് പിടിച്ച് കിട്ടില്ല എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആണെങ്കിൽ ഹൈബ്രിഡിൻ്റെ ചെറിയ കമ്പുകൾ നമുക്ക് പിടിച്ച് കിട്ടുന്നതാണേ. അതിനായിട്ട് നമുക്കിവിടെ ഫൈറോപ്പാലിൻ്റെ ഒരു കമ്പ് നമുക്ക് എടുക്കാമേ. നമ്മൾ എടുക്കുന്ന കമ്പ് കണ്ടോ, ഇത്രയും വണ്ണമേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു കമ്പാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കമ്പിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു കമ്പാണ് ഞാൻ എടുത്തേക്കുന്നത് കണ്ടോ. അതിനെ നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത് വേണം നമുക്ക് എടുക്കാനേ. ഒരു പൂവുള്ള കമ്പ് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമ്മുടെ കണ്ടോ, ഞാൻ പിടിപ്പിച്ചതായ ഈ കമ്പ് കണ്ടോ, ഇതിന് വേര് വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ.
ഇതേ നോക്കി, ഇതിൻ്റെ വേര് കണ്ടോ, വേഗത്തിൽ തന്നെ ഇതിന് നല്ല രീതിയിൽ വേര് വന്നു. സാധാരണയായിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ ഇതൊക്കെ കുറേ സ്ലോ ആയിട്ട് നമുക്ക് വേര് പിടിച്ച് കിട്ടാറുള്ളൂ. ആദ്യം ഇലകൾ വരും, പക്ഷേ പെട്ടെന്ന് അത് നമ്മൾ വെയിലത്തൊക്കെ കൊണ്ട് വെച്ചപ്പോൾ, പക്ഷേ ഇത് പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ ഇത്രയും വേരുകൾ വന്നതുകൊണ്ട് നമുക്ക് ചെറിയ വെയിലത്തൊക്കെ വെക്കാൻ പറ്റും. അതാണ് ഞാനിത് പറയുന്നത്. 3 ആഴ്ചയായിട്ടുള്ളൂ ഇത് നമുക്ക് വെച്ചിട്ട് ഇത്രയും വേര് വരുന്നത് കണ്ടോ. ഇതാ നമ്മളിവിടെ വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചത് ഈ ഇതിലാണ് വെച്ചിരിക്കുന്നത് കണ്ടോ, സ്പോഞ്ച് കണ്ടോ. ഈ സ്പോഞ്ചിലാണ് ഞാൻ ഇറക്കി വെച്ചത്. ഇറക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ചകിരിച്ചോറും മണലും കൂടെയുള്ള മിക്സിൽ ഒന്നുകിൽ അല്ലെങ്കിൽ ചകിരിച്ചോറും മണ്ണുണ്ടല്ലോ, മേൽമണ്ണ്, അത് ചെറിയ ചെറിയ ഇത് പിന്നെ ഇടഞ്ഞെടുത്ത പോലത്തെ ആ മണ്ണ് അതും കൂടെ മിക്സ് ചെയ്യാമേ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൽ ഈ സ്പോഞ്ചിൽ കുത്തിയിട്ട് നമുക്ക് വയ്ക്കാം. ഇതിന് നമ്മൾ അലോവേര ജെല്ലിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് ഇതിൻ്റെ ഇലകളും പൂക്കളും എല്ലാം കുറേ മാക്സിമം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇച്ചിരിയേ വെച്ചിട്ടുള്ളേ. അപ്പോൾ ഇതിങ്ങനെ പിന്നെ കണ്ടോ, നമുക്കൊരു പെൻസിലിൻ്റെ വലിപ്പം നീളം മതിയാവുമേ. വണ്ണമല്ല, നീളമാണ് ഉദ്ദേശിച്ചത്. ഇത്ര 20 സെൻറ്റിമീറ്ററൊക്കെ ഉണ്ടാവും കണ്ടോ. ഇതിലേക്ക് നമുക്കിങ്ങനെ കുത്തി കൊടുക്കാമേ. ഈ സ്പോഞ്ചിലേക്ക്, സ്പോഞ്ച് ആദ്യം നമ്മൾ നനച്ച് കൊടുത്തേ, എന്നിട്ട് കണ്ടോ ഇതിൻ്റെ ചുവട് താഴെ വരെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ അലോവേര ഇതിൽ കുറച്ച് അലോവേരയും കൂടെ നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാമേ കണ്ടോ, ഇതിൻ്റെ ചുവട്ടിൽ ഭാഗത്ത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മിക്സ് ഇട്ട് കൊടുക്കാമേ. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചകിരിച്ചോറും പിന്നെ മണലും കൂടാണേ, അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഈ സ്പോഞ്ചിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും ഇത് ഇട്ട് കൊടുക്കാമേ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒന്നുകൂടെ നനച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം നനച്ച് കൊടുക്കാമേ. ഇതിപ്പോൾ നമ്മൾ വെള്ളം നനച്ചിട്ട് നമ്മളെല്ലാം ആ സ്പോഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ സ്പോഞ്ചിൽ നമ്മൾ ആദ്യമേ വെള്ളം നനച്ചതാണേ. അപ്പം ഈ ചകിരിച്ചോറും കൂടെ ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പം നമ്മൾ 2 ദിവസം കൂടിയൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് നനച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഈ ഒരു കമ്പിനെ നമുക്കൊന്ന് ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രമോ ഒരു കവറോ എന്തെങ്കിലും വെച്ചൊന്ന് മൂടി വയ്ക്കാമേ. നമ്മൾ ഇതുപോലൊരു ബോട്ടിൽ വെച്ചിട്ട് നമ്മളിതിനെ മൂടി വെച്ചിരിക്കുവാണേ. അപ്പോൾ നമ്മളൊരു 2 ദിവസം കഴിഞ്ഞ് ഇനിയും ഓപ്പൺ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ചെറിയ രീതിയിൽ വെള്ളം നനച്ച് കൊടുത്താൽ മതി. ആ സ്പോഞ്ചിൽ വെള്ളം പിടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെടി ഉണങ്ങാതെ നല്ല രീതിയിൽ നമ്മുടെ ചെടി കിളിച്ച് വരും. ഇതാണ് കണ്ടോ, നമ്മൾ നമുക്ക് വേര് വന്ന ആ ചെടിയാണേ കണ്ടോ. ഇതിൻ്റെ വേര് വന്നിരിക്കുന്ന കണ്ടോ, കുറച്ച് വേരിപ്പോൾ എന്താ കണ്ടോ പൊട്ടിപ്പോയി ഞാൻ എടുത്തപ്പം. നല്ല രീതിയിൽ അതിന് വേര് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് ഞാൻ സ്പോഞ്ചിലാണ് വെച്ചിരുന്നത്. ഇതുപോലെ വെച്ചപ്പോൾ നിറയെ വേരുകൾ വന്നേ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും സക്സസ് ആകും. നമുക്ക് പെട്ടെന്ന് തന്നെ വെയിലത്ത് വെച്ച് പെട്ടെന്ന് തന്നെ ചെടിയെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മൾ പിന്നെ പിടിപ്പിച്ച ഈ ചെടിയെ നമ്മളുണ്ടല്ലോ ഷെയ്ഡിൻ്റെ കീഴിൽ കൊണ്ടുവയ്ക്കണേ. വെയിലധികം തട്ടാതെ ചെറിയ വെയിൽ പ്രകാശം കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ മതി. നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വെള്ളം ഒഴിക്കുമ്പോൾ കുത്തി ഒഴിച്ച് കൊടുക്കരുത്. ചെറിയ രീതിയിൽ നമ്മൾ കൈ കൊണ്ട് കുടഞ്ഞു കൊടുത്താൽ മതി. ആ സ്പോഞ്ചിൽ പിടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ വെള്ളം കുറച്ച് പിടിച്ചോളും അതിലെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല ചെടികളെ നമുക്ക് വേഗത്തിൽ പിടിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ ഞാൻ നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണും ഓളെന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്